Good morning. Mute the column. Okay. Yes. Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning. Good morning, ma'am. Good morning. Okay, നോട്ടൊക്കെ എടുത്ത് റെഡി ആയോ എല്ലാവരും? മൈൽഡ് റോസ് മിസ് ഫോർത്ത് മോഡ്യൂൾ എടുത്ത്. ഫോർത്ത് മൊഡ്യൂൾ ആണോ? അത് മാറ്റട്ടെ. തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞോ? ഇല്ല, മിസ്സിന്റെ 4 ചാപ്റ്റേഴ്സ് ഉണ്ട് തേർഡ് മോഡ്യൂൾ. ഏതാടാ? തേർഡ് മോഡ്യൂൾ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. Okay. Okay. കാണണ്ടോ? നമ്മുടെ എംപ്ലോയി ട്രെയിനിങ് അല്ലേ? ഇവിടെ നല്ലേ നമ്മള് കഴിഞ്ഞത്. ഓക്കെ ഓക്കെ, യെസ്. അത് നമ്മുടെ പ്രസന്റേഷൻ ഓക്കെ ആണോ എന്ന് അറിയാനാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ എടുത്തു നിർത്തിയത് ഇവിടെ വരെയാണ്. എംപ്ലോയി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? എംപ്ലോയി ട്രെയിനിങ്. എന്തിനാ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. തീർച്ചയായിട്ടും ഏത് ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും ഹോസ്പിറ്റൽസും മറ്റു ബിസിനസ് സ്ഥാപനങ്ങളും when they appoint or recruit new employees, പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ and also at the same time existing employees in order to teach them new methods, new technologies, they have to be trained അല്ലെ? ഒരു പുതിയ എന്താ പറയാ, പുതിയ എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോഴും നിലവിലുള്ള എംപ്ലോയീസിന് പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കുകൾ, മെത്തേഡ്സ് കൊണ്ടുവരുമ്പോൾ, അതായത് നമ്മളിപ്പോ പഴയ രീതികളൊക്കെ മാറ്റി ഒരുപാട് ഇന്നോവേഷൻസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പുതിയ മെത്തേഡ്സും ടെക്നിക്സും ബിസിനസ് ഓർഗനൈസേഷൻസ് എല്ലാവരും തന്നെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. So in hospitals also they use different new models of machines instead of the old ones. പഴയതിനെയൊക്കെ മാറ്റി പുതിയ മെഷീൻസ്, അതുപോലെ തന്നെ പുതിയ എക്യുപ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. So the existing employees may not be aware of how to use it, how to operate it. അത് അത്തരം പുതിയ മെഷീൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ എല്ലാ എംപ്ലോയീസിനും അതൊക്കെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടാവില്ല. സോ നിലവിലുള്ള എംപ്ലോയീസിനും പുതിയതായിട്ട് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന എംപ്ലോയീസിനും എന്ത് ചെയ്യേണ്ടി വരും? ഈ ട്രെയിനിങ് എന്ന് പറയുന്ന കാര്യം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഇംപ്രൂവ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. അപ്പൊ എന്ത് പറ്റും? ഈ എംപ്ലോയീസിന്റെ സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ട്രെയിനിങ്. അതാണ് ട്രെയിനിങ്ങിന്റെ ഉദ്ദേശം. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽസിലാണെങ്കിലും ട്രെയിനിങ് കൊടുക്കും. ആദ്യം കുറച്ച് ദിവസം, അത് ഒരു ഫിക്സഡ് ടൈം പീരീഡ് ആയിരിക്കും. അത് ചിലപ്പോൾ മേ ബി 1 or 2 days, കുറച്ച് ദിവസങ്ങളായിരിക്കാം, 1 week ആയിരിക്കാം, മേ ബി 1 month ആയിരിക്കാം, അല്ലെങ്കിൽ അപ് ടു
ഒരു പർട്ടിക്കുലർ എന്താ പറയുക നമ്പർ ഓഫ് മന്ത്സ് ആയിരിക്കാം. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ജോബ്. എന്ത് ജോലിയാണോ എന്ത് പെർഫോം ചെയ്യേണ്ടതാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബൈ പ്രൊവൈഡിങ് ട്രെയിനിങ് തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് there are many എന്താ പറയാ ഒബ്ജക്റ്റീവ്സ് behind it. അത് കൊടുക്കുന്നതിന് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. ബിസിനസിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ ഹോസ്പിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒന്നും അറിയാൻ പാടില്ലാണ്ട് പോയിരുന്ന് ജോലി ചെയ്തോന്ന് പറഞ്ഞ് റിക്രൂട്ട്മെന്റ് നടത്തി അവരവരുടെ വഴിക്ക് വിടുകയല്ല ചെയ്യുന്നത്. എന്താണ് വാട്ട് ദേ ഹാവ് ടു ഡു അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ട്രെയിനിങ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ട്രെയിനിങ് കൊടുത്ത ആളുകളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, ഓവറോൾ പ്രൊഡക്ടിവിറ്റി ആ ബിസിനസിന്റെ. അതുപോലെ തന്നെ അവർ നൽകുന്ന സേവനമായെങ്കിലും ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും അത്രയും നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അവർക്കത് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ നീഡ്സ്, അതിന്റെ ഭാവിയിൽ ഉണ്ടാകാവുന്ന ജോബ് സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള പല ആവശ്യങ്ങളും നിറവേറ്റിപ്പിക്കാൻ പറ്റും. ആൻഡ് ഓർഗനൈസേഷനിൽ ഒരു നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല തണുപ്പ് നല്ല ചൂടാണോ? അല്ല, ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് ഒക്കെ ഉദ്ദേശിക്കുന്നത് ദ എംപ്ലോയീസ് മാനേജ്മെന്റ് ആൻഡ് ദ വർക്കേഴ്സ് ഷുഡ് വർക്ക് ടുഗദർ to attain the main objective of the organization. ഓർഗനൈസേഷന്റേതായ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി മാനേജ്മെന്റും വർക്കേഴ്സും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. വിത്തൗട്ട് എനി ഡിസ്പ്യൂട്ട്സ്, വിത്തൗട്ട് എനി ബയാസ്, വിത്തൗട്ട് എനി ആർഗ്യുമെന്റ്സ്, അല്ലെ? അവിടെ തർക്കങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകുക. അതാണ് ഓർഗനൈസേഷന്റെ നല്ല ക്ലൈമറ്റ്. അത് വർദ്ധിപ്പിക്കാൻ പറ്റും. എംപ്ലോയീസ് സ്വമേധയാ when they are trained, training ഒക്കെ കിട്ടിയിരിക്കുന്ന എംപ്ലോയീസ് പൈലറ്റ് വർക്ക് അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് they will be healthy and safe. അവർ പല രീതിയിലും ഹെൽത്തി ആയിരിക്കും, സേഫ് ആയിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആ ജോലിയിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ, ആക്സിഡന്റുകളൊക്കെ ഓർഗനൈസേഷന്റെ ജോലിക്കിടയിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമുക്ക് വേണ്ടത്ര ട്രെയിനിങ് ഇല്ലാതെ എന്താ പറയാ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ പല ജോലികളൊക്കെ ചെയ്യുമ്പോഴാണ് ഭയങ്കര നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളുടെ കയ്യിൽ അബദ്ധങ്ങൾ വരും, അല്ലെ? അബദ്ധങ്ങൾ ടു ആക്സിഡൻസ്, അത് പലതരത്തിലുള്ള ഇൻസിഡന്റുകൾക്കും ആക്സിഡൻസിനും ഒക്കെ കാരണമാകും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനും ഒക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ ഓൾ ദേ ക്യാൻ ഓൾസോ ഇൻക്രീസ് ദ പേഴ്സണൽ ഗ്രോത്ത്, അല്ലെ? ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി now let us learn what are the steps of training. ഇനി ഈ ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമില് എങ്ങനെയൊക്കെയാണ് ആ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് സ്റ്റെപ്സ്. അതിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. ട്രെയിനിങ് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് ടു ബി കണ്ടക്ടഡ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില നടപടികളാണ്, ക്രമങ്ങളാണ് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. എന്നുള്ള ട്രെയിനിങ് നമ്മൾ നടക്കണേ. അതായത് ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ആശുപത്രിയിലാണെങ്കിലും അവിടുത്തെ ഒരു പർട്ടിക്കുലർ വിഭാഗം എംപ്ലോയീസിന്, ജോലിക്കാർക്ക്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് എന്തിനാ കൊടുക്കുന്നത്? അതിന്റെ ആ ഒരു കാര്യം, ഒബ്ജക്റ്റീവ് എന്താണെന്ന് അത് മനസ്സിലാക്കാറുണ്ട്. എന്താവശ്യത്തിനാണ് ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണ്, റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ആർ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. ഈ ഒരു ട്രെയിനിങ് കൂടെ കൊടുക്കണോ വേണ്ടയോ അതിന്റെ ആവശ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. മനസ്സിലായോ? അല്ലാണ്ട് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ബാക്കിയെല്ലാം സംഘടിപ്പിക്കലല്ല. എന്താണ് അതിന്റെ കാര്യം, എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ആ ട്രെയിനിങ് കൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യം ഉണ്ടോ, അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ റിക്വയർമെന്റ്, ആവശ്യകത മനസ്സിലാക്കുക. ക്ലിയർ ആയോ? കിട്ടുന്നില്ലല്ലോ ആരും? Okay, second step ആണ് to get ready for the job. ആവശ്യം മനസ്സിലായിരിക്കണം. ട്രെയിനിങ് ഇന്ന കാര്യത്തിനാണ്, ഇന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എംപ്ലോയീസിനെ അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തു, അപ്പൊ അത് എന്താ പറയാ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. എന്താ പറയാ നമുക്കറിയാമല്ലോ, എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും തമ്മിൽ പരസ്പരം ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ട്. ഒരു ബിസിനസ് എപ്പോഴും ആഗ്രഹിക്കുന്നത് we have to develop or grow beyond that particular organization. മറ്റേ ബിസിനസ്സുകാരേക്കാൾ കൂടുതൽ വളരണം. ഏത് കാര്യത്തിലും നിങ്ങൾ വളരണം. ടെക്നോളജിപരമായി വളരണം, സ്റ്റാഫുകളുടെ കാര്യത്തിൽ വളരണം, അല്ലെ? പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതിന്റെ ക്വാളിറ്റിയിൽ നമ്മൾ ഫീലാകണം. സോ ദാറ്റ് ഈസ് എ കോമ്പറ്റീഷൻ മൈൻഡ്. ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാ ബിസിനസ്സിലെ തമ്മിൽ.
അപ്പൊ പുതിയ പുതിയ കോമ്പറ്റീഷൻസിന്റെ ഭാഗമായിട്ട് if there are some new technologies can be which can be adopted നമുക്ക് പുതിയ ടെക്നോളജി പഠിക്കുന്ന രീതി ഏതെങ്കിലും പഴയ രീതിയിലുള്ള ടെസ്റ്റ് ചെയ്യുന്ന രീതിയാകാം, എന്തെങ്കിലും ഓപ്പറേഷൻസിന്റെ രീതിയാകാം. പണ്ടത്തെ രീതിയൊന്നുമല്ല. പണ്ടത്തെ ഓപ്പറേഷൻ ഇന്ന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് പോലെയുള്ള, അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആകാത്ത രീതിയിൽ ചെറിയ കാര്യങ്ങളിലൂടെ അത് മെറ്റീരിയൽസും അതുപോലെ തന്നെ മെഷീനറീസും ഒരുപാട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്റേണൽ കാണാനുള്ള അതിന് പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്തിട്ടുള്ള ക്യാമറാസ് ഒക്കെ വെച്ച് നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ടെക്നിക്കലി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോ അത് നമ്മുടെ സ്റ്റാഫുകളെ അതുമായി ലീഡ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഏത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലാണോ അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ സ്റ്റാഫുകളെ ആ മെഷീൻസ് ഹൗ ടു ഓപ്പറേറ്റ്, ഹൗ ടു യൂസ്, ഹൗ ടു ഫങ്ഷൻ, ഈ കാര്യങ്ങൾ അവർ ഫ്രീഡം. സോ അപ്പൊ എന്തിനാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പൊ ആ കോഴ്സ് മനസ്സിലാക്കി ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത് ഇന്ന കാര്യത്തിന് ന്യൂ എന്താ പറയാ ടെക്നിക്സ് അവരെ പഠിപ്പിക്കാൻ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാം. ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജോബ് ആ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. മെഷീൻസ്, ആളുകൾ ആരൊക്കെയാണ് എന്താ പറയാ റെഡിയാണ്. Preparation of the learners. In every system of learning, India, in learners, the learners are the people who start to be trained. I am trained to trainee in the TRAINEE. അവരെ പ്രിപ്പയർ ആക്കുക എന്ന് വെച്ചാൽ അവരുടെ വേണ്ടിയിട്ട് അവരെ സംഘടന പ്രിപ്പറേഷൻസ് നിങ്ങളാണ് ട്രെയിനിങ് കിട്ടാൻ പോകുന്ന ആൾക്കാര്. അപ്പൊ അതൊക്കെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്ത് കാര്യത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണെന്നും എന്ത് കാര്യമാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് അതിനുവേണ്ടി അവരെ പ്രിപ്പയർ ആക്കുക. ഒരു പർട്ടിക്കുലർ ടൈം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡേ അതിനുവേണ്ടി മാറ്റി വെച്ചതൊക്കെ അവരെ അറിയിക്കും. ദാറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് ദ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. പഠിക്കുന്ന ആൾക്കാർ ആരാണ്. And the next step is to prepare for the preparations and also the knowledge. അടുത്തത് നമ്മൾ preparations ഒക്കെ ചെയ്യും, പ്രസന്റ് ചെയ്യും. നമ്മൾ തയ്യാറെടുപ്പുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ലേണേഴ്സിനെ റെഡിയാക്കിയിട്ടുണ്ട്, ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അല്ലെങ്കിൽ അതിൽ വരുന്ന സ്റ്റെപ്പ് ആണെങ്കിൽ എന്താണ് നമ്മൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി പ്രസന്റ് ചെയ്യുകയാണ്. ഈ പ്രസന്റേഷൻ എന്ന് പറയുന്നത് in this step the trainer has to clearly communicate or tell or also show. ഈ ട്രെയിനർ ട്രെയിനീസിന് ഒരാളാണെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ക്ലിയർ അല്ല? സൗണ്ട് ക്ലിയർ അല്ലെന്നാണോ? സൗണ്ട് വേറെ ആരെങ്കിലും ഒന്ന് പറയോ? സൗണ്ട് ക്ലിയർ ആകുന്നില്ല. കൊടുത്തോ ഓഫ് ചെയ്ത് പോകാം. നേരത്തെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ക്ലാസ്സില് ഇതിനൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടായോ? ഞാൻ
ഹലോ ഹലോ നേരത്തെ ക്ലിയർ ആയിരുന്നു. ശരിയായോ? ഓക്കെ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ദിസ് ഇസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള റെഡിയാക്കി, ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഇന്ന ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കി. അതിനുശേഷം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ട്രെയിനർ എന്ത് ചെയ്യണം, ക്ലിയർലി അവർക്ക് വേണ്ട ട്രെയിൻ ചെയ്ത് അത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, കാണിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ പിന്നെ നമ്മളുടെ എന്താ പറയാ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ട് നോളജ് ഒക്കെ ആണെങ്കിൽ കാണിച്ച് നമുക്ക് കൊടുത്തിരിക്കണം. അത് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ മനസ്സിലായോ, അതിങ്ങനെയാണ് ഇതെന്തായാലും മനസ്സിലായോ, അങ്ങനെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം. സോ ഇൻക്രീസ് ദർ നോളജ്. അപ്പൊ അവർക്ക് എന്ത് വരും, ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും അതെങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്തേക്കുന്നതിന് വ്യക്തമാക്കാനൊക്കെ പറ്റും. ട്രെയിനർ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഓരോ കാര്യങ്ങളും പറഞ്ഞ് കാണിച്ച് ഇലസ്ട്രേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനി മാത്രമല്ല, അതിനുശേഷം ഓൾസോ ഇട്ടുണ്ട് അതിന്റെ ചോദിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സീരീസിന് കൂടെ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്താണ് ഈ ഓരോ സ്റ്റെപ്പ് വളരെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ട്രെയിനിങ്ങിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും പ്രാധാന്യം പഠിക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ട് കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ ചില സ്റ്റെപ്പ് ചെയ്ത് ഇതില്ലാണ്ട് നമുക്ക് അടുത്ത എഴുതി പോകാനും അങ്ങനത്തെ സ്കിപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ലേണേഴ്സ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിന്റെ ഓരോ സീരീസും വ്യക്തമായി പറഞ്ഞു. This is the most important part of the training program. Training programമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്ക് മനസ്സിലായോ ഓപ്പറേഷൻസ് ആൻഡ് നോളജ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് കാര്യങ്ങൾ ഈ ട്രെയിനിങ്ങിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റേജാണ് നാലാമത്തെ സ്റ്റേജ്. മനസ്സിലായോ? ബ്രേക്ക് ആവുന്നില്ലല്ലോ. Yes, next one, another platform is tryout. See, once when the trainer has trained some trainees, ആളുകൾക്ക് ട്രെയിനികൾ ആരാണ് അവർക്ക് പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി അത് ഇലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്നല്ല ചെയ്യിപ്പിക്കേണ്ടത്, അതിന് മുമ്പിലേക്ക് ഒരു പെർഫോമൻസ് ട്രൈഔട്ട്. അതായത് training has to be told or asked to look through the job several times. ആ ചെയ്ത ജോലിയെ ഒരു രണ്ടു പ്രാവശ്യം പലതാരെ ചെയ്തു നോക്കാനായിട്ട് പറയുന്നു. ചെറുപ്പം പറയുന്നതോടൊപ്പം അതിനുള്ള ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അവർക്ക് ആവശ്യപ്പെടുക. അപ്പൊ ആ ആവശ്യപ്പെടുന്ന സമയത്ത് എക്സ്പ്ലെയിനിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സംതിങ് റോങ്, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുക, തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ആ മിസ്റ്റേക്കുകളൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുമൊക്കെ മനസ്സിലാക്കാം. അപ്പൊ തെറ്റ് ആവർത്തിക്കില്ല. അപ്പൊ തെറ്റ് എന്തെങ്കിലും സ്റ്റെപ്പുകളിൽ ഓരോ സ്റ്റെപ്പും അത് ചെയ്യുമ്പോൾ അവിടെ ഏതെങ്കിലും സ്റ്റെപ്പിന് തെറ്റുകൾ വരുത്തുകയോ അതുപോലെ തന്നെ എന്താ പറയാ തെറ്റായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സ്റ്റെപ്പിന് കേൾക്കാം പെർഫോമൻസ് ട്രൈ ഔട്ട്. ഇപ്പോഴും സമൂഹത്തിലേക്ക് ഇരിക്കുന്നത് ശരിയാ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ നോക്കുന്നത്? സോ ആണോ? ഹലോ ഹലോ, ശരിയായോ? ശരിയായോ?
ഓക്കെ, തന്നെയാണ് ഞാൻ നേരത്തെ ഞാനും ചെയ്തത്. അപ്പൊ എന്താ ചെയ്യാൻ കഴിഞ്ഞത്? സൗണ്ട് ഓഫ് ആക്കിയിട്ടൊന്നും പറഞ്ഞു, ഞാൻ ഓഫ് ആക്കിയിട്ട് 2 പ്രാവശ്യം ഓണാക്കി. സ്പീഡ് വരുമ്പോഴാ ഇങ്ങനെ സ്പീഡ് പറയുന്നതിൽ സ്പീഡ് വരുമ്പോ കട്ടായി പോകണം. അങ്ങനെ വരുമോ? നോക്കാം. അപ്പൊ എന്താണ് പെർഫോമൻസ് മനസ്സിലായോ? In this the training is asked to look through each and every step by step അല്ലെ? അവരുടെ ആ ജോബ് കൊടുത്ത ട്രെയിൻ ചെയ്ത ഭാഗം ഓരോന്നും ക്ലിയർ ആയിട്ട് പതുക്കെ അവരോട് മനസ്സിലാക്കാൻ പറയുന്നു. അത് നമുക്ക് ട്രൈ ചെയ്യാൻ പറയുന്നു. ട്രൈ ചെയ്യാൻ നമുക്ക് അവരെ ചെയ്യിപ്പിക്കാം. ചെയ്ത് കാണിക്കേണ്ടതാണ്, അല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കേണ്ടതാണെങ്കിൽ ആ രീതിയിൽ അവർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് അവസരം കൊടുക്കുക. അങ്ങനെ അവസരം കൊടുക്കുന്ന സമയത്ത് ഈച്ച് വൺ ബൈ സ്റ്റെപ്പ് ആയിട്ട് അവര് ചെയ്യുന്ന സമയത്ത് അത് പറയപ്പെടാനായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ ചെയ്ത് കാണിക്കേണ്ടതാണെങ്കിലോ എന്താണെങ്കിലും അവർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അവർക്ക് കറക്ഷൻസ് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോ ട്രെയിനിങ് ആണ്. ആദ്യമായിട്ട് വന്നൊരു കാര്യം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അപ്പൊ നമ്മൾക്ക് പഠിച്ചെടുക്കും. ചിലക്ക് ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് എന്ത് പറ്റും, ഒരു സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ നമ്മുടെ മിസ്സായി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റെപ്പിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരാം. ഒബ്വിയസ്ലി വരാൻ സാധ്യതയില്ല, കാരണം നമ്മൾ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് അവരെ ഓൾസോ they will become skilled in their job. അവർ ചെയ്യുന്ന ജോലിയിൽ അവരുടെ സ്കിൽ ആകുകയും അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മറ്റൊരു സ്റ്റെപ്പാണ് 5ാമത്തെ. ക്ലിയർ ആണോ? ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്യാനുള്ളത് ലാസ്റ്റ് പറയാട്ടോ. ക്ലിയർ? ലാസ്റ്റ് വൺ, അടുത്ത പോയിന്റ് മനസ്സിലായോ? അത് വേഗം റിയാക്ട് ചെയ്യണമെങ്കിൽ ഓക്കെ. അപ്പോ അത് പോസ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ട്രെയിനിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇവാലുവേഷൻ. അടുത്തത് ട്രെയിനിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇപ്പൊ നമ്മള് ഈ ട്രെയിനിങ് ട്രെയിനിങ് ഒക്കെ കൊടുത്തു, എല്ലാ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഇപ്പൊ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഇനിയുമില്ല, സൗണ്ട് ബ്രേക്കാവാണോ? ഇവിടെ കുറെ പേര് ആണെന്ന് പറയുന്നു. ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് പറയട്ടെ.
ശരിയാണെന്ന് നോക്കിയേ. ശരിയായോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ യെസ്. അതാണ് പ്രശ്നം. Okay, so and evaluation of the program. So once when we have given the training to the employees, it is the last step, or it is to be evaluated or tested according to each and every step. അതായത് അവര് കൊടുക്കുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മൾ റിക്രൂട്ട് ചെയ്ത ആളുകൾ പുതിയ എംപ്ലോയീസ് അവര് കൊടുത്ത ട്രെയിനിങ് ആണല്ലോ, എന്നാലാണ് ട്രെയിനിങ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുള്ളൂ. അല്ലാതെ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു, അവരെ കൊണ്ട് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യിപ്പിച്ചു, മിസ്റ്റേക്സ് ഒക്കെ തെറ്റി കൊടുത്തു, ഇനി പോയി ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഒന്ന് പോയി നോക്കുക. ട്രെയിനിങ്ങിന് എന്തെങ്കിലും കൊണ്ടുണ്ടായിരുന്നു. നമുക്കറിയാം ട്രെയിനിങ് എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറെ ട്രെയിനിങ്ങളൊക്കെ അവര് എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സമയം എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പൈസയും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടി. ചിലപ്പോൾ പുറത്തുനിന്ന് ട്രെയിനറെ കൊണ്ടുവരേണ്ടി വരും, കുറച്ച് എക്യുപ്മെന്റുകൾ അതുപോലെ സംഘടിപ്പിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചെലവുകളൊക്കെ നമ്മൾ വഹിക്കുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ അറിയണ്ടേ? ആ ഗുണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഒന്ന് വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. അതുകൊണ്ടുകൂടി കഴിയുമ്പോഴാണ് ട്രെയിനിങ് പ്രൊസീജിയേഴ്സിലെ ആ സ്റ്റെപ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാകും ട്രെയിനിങ് കൊണ്ട് ഗുണമുണ്ടോ. തീർച്ചയായും it is to increase the skill and knowledge of the employee. ട്രെയിനിങ് കൊടുക്കുന്ന ഇതിന് വേണ്ടിയിട്ടാണ് സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാറ്. അപ്പൊ അത് വർദ്ധിച്ചിട്ടുണ്ടോ, അത് അവരുടെ ജോലിയിൽ എന്താ പറയുക എടുത്ത് കാണിക്കുന്നുണ്ടോ, അത് അവരുടെ ജോലിയിൽ അവരുടെ എന്താ പറയാ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, അതൊക്കെ അറിയണം. അത് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ലാസ്റ്റിലെ ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ക്ലിയർ ആണോ? അപ്പൊ ഈ സ്റ്റെപ്സ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്സ് ചോദിക്കാഴ്ച വരാറുണ്ട്. അതിൽ ആ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്കവർ ആൻഡ് ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്, ready for the job, preparation of the learner, presentation of the operation and the knowledge, performance trial, follow up and evaluation. ആറെണ്ണത്തിന്റെ ആ എന്താ പറയാ ഒരു ഇതുണ്ടല്ലോ, എക്സ്പ്ലനേഷൻ അല്ലാതെയുള്ള ഭാഗം അത് ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ് പ്രൊസീജിയേഴ്സിന്റെ സ്റ്റെപ്പ്. ഇനി അതിനുശേഷം വേറെ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ നമുക്ക് പറയാറുണ്ട് കേട്ടോ. അത് മാറ്റിയിട്ടേ the trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. അത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. Performance ആ ഒരു സ്റ്റെപ്സ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അണ്ടർ ദിസ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ചത് അണ്ടർ പെർഫോമൻസ് ട്രൈ ഔട്ട് ആണ് കേട്ടോ. അണ്ടർ പെർഫോമൻസ് ട്രൈ ഔട്ട് the training is asked to you through the job several times slowly and explain to him each step. മനസ്സിലായോ? എത്രയാണ് അണ്ടർലൈൻ ചെയ്തോ? പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഈ പറഞ്ഞ രണ്ട് സെന്റൻസുകളും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ പോകുകയാണ്. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? യെസ്. ഓക്കെ. സോ നെക്സ്റ്റ് വൺ. അടുത്തത് നമ്മുടെ എന്താ പറയാ ട്രെയിനിങ് മെത്തേഡുകളാണ്. എല്ലാ ട്രെയിനിങ്ങും ഈസ് നോട്ട് പ്രൊവൈഡഡ് സിമിലർലി. എല്ലാവരും ഒരുപോലെ കൊടുക്കുന്ന ട്രെയിനിങ്ങല്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ട്രെയിനിങ് മെത്തേഡ്സ് ആണ് ക്ലാസിഫൈഡ് ഇൻടു രണ്ട് രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡുകളാണ്. വിശദമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിലുള്ള ട്രെയിനിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. They are on the job training and the second one off the job training. രണ്ട് ട്രെയിനിങ് രീതി എടുക്കാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനെ നമുക്ക് OJT, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നുള്ളത് ഒന്നുകൂടി ഷോർട്ട് ആയിട്ട് അബ്രീവിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ്. സോ നമുക്ക് എന്താണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്നോ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്നോ നോക്കാം. ഫസ്റ്റ് വൺ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് എംപ്ലോയീസ് ആർ ട്രെയിൻഡ് അറ്റ് ദ ജോബ് ഇറ്റ്സെൽഫ് ഓർ ദ വർക്ക് പ്ലേസ് ഇറ്റ്സെൽഫ്.
എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ജോലി സ്ഥലത്ത് തന്നെ എംപ്ലോയീസ് അല്ലെങ്കിൽ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അവിടെ തന്നെ വെച്ച് എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. That means they have to use actual tools, equipments, അല്ലെങ്കിൽ documents. അതായത് അവിടെയുള്ള ആക്ച്വൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ, ആക്ച്വൽ ആയിട്ടുള്ള ടൂൾസ്, ചിലപ്പോ എന്തെങ്കിലും എന്താ പറയാ ക്ലറിക്കൽ വർക്കുകളൊക്കെ ആകാം. അപ്പൊ ചില ഡോക്യുമെന്റുകൾ ആ കൃത്യമായി ശരിയായ രീതിയിലുള്ള ഡോക്യുമെന്റ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് എവിടെ ജോലി ചെയ്യുമോ അവിടെ തന്നെ വെച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ മീൻസ് ജോബിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് വേറെ എവിടെയും പോകണ്ട. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് നമുക്ക് ഫുള്ളി അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു എംപ്ലോയീസിന് അവരുടെ യഥാർത്ഥത്തിലുള്ള ടൂൾസ് ഒക്കെ. അപ്പൊ ഇവിടെ ഉദാഹരണം പറയാൻ നമ്മുടെ സ്മാർട്ട് സ്ക്രീൻ ടീച്ചേഴ്സിന്റെ അവധി ഒഴിവുണ്ട് വേക്കൻസിയുടെ ആപ്ലിക്കേഷൻ. നമ്മള് കൊടുത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടി. അതിൽ നമ്മൾ ഇന്റർവ്യൂ സെലക്ഷൻ ഒക്കെ നടത്തി അതിനുശേഷം നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്തു. So after recruiting, we have to give them some training. ട്രെയിനിങ് കൊടുക്കുക. അത് ഏത് രീതിയിലാണ് അത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു തൊട്ട് മുന്നില് ട്രെയിനിങ് ഏത് രീതിയിലുള്ള ജോലിയാണോ ചെയ്യാറുള്ളത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു കാണിച്ചു കൊടുക്കാൻ ടീച്ചർ പഠിപ്പിക്കാൻ ആൾക്കറിയാം, പക്ഷെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിനുള്ള ട്രെയിനിങ് ചിലപ്പോൾ കുറച്ച് സമയം ഒന്ന് വെറുതെ ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. അപ്പൊ കാണിച്ചു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്നിട്ടാണ് ഓൺലൈനാണ് ക്ലാസ്. ഇങ്ങനെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടോപ്പിക് ഏതാണോ അത് ഇവിടെ പ്രസന്റ് ചെയ്യണം അല്ലെ, വീഡിയോ അതുപോലെ തന്നെ സൗണ്ടൊക്കെ ഓണാക്കണം. സൗണ്ട് നമ്മുടെ ഓണാക്കണം. അതിനുശേഷം നമുക്ക് ഫുൾ മ്യൂട്ട് ചെയ്ത് നമ്മുടെ കുട്ടിക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഡിസ്റ്റർബൻസ് വരും, എക്കോ വരും. അപ്പൊ എല്ലാവരുടെ സൗണ്ട് ഓണാക്കി വെച്ചിരുന്നാൽ എന്താ പറയാ സൗണ്ട് ഒക്കെ കേട്ട് അതിന്റെ എക്കോ ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഓപ്പൺ ആക്കുന്നത് മുതല് ഈ ക്ലാസ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അപ്പൊ അതിന് ആ സാധനം വേണ്ടേ, ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന മിഷനറി വേണ്ടേ, ആ എക്യുപ്മെന്റ് യഥാർത്ഥത്തിൽ അവരെ കാണിച്ചു കൊടുക്കാണ്. ആ കൃത്യമായ എക്യുപ്മെന്റുകളാണോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആണോ എന്താണോ അവർക്ക് അത് കാണിച്ചു കൊടുത്ത് അവരെ ട്രെയിനിങ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രത്യേകത. ക്ലിയർ ആയോ? Actual tools, actual equipment, actual documents are used by the employees when they are given training. Training കൊടുക്കുന്ന സമയത്ത് അവർക്ക് ആക്ച്വൽ ആയിട്ടുള്ള ഉപകരണങ്ങളും എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ വർക്ക് പ്ലേസിൽ വെച്ച് തന്നെ അവരെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. That is called on the job training. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ on the job training എന്ന് പറയുന്ന അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. And this on the job training is given such as ഇത് ഈ on the job training കൊടുക്കുന്ന ചില രീതികൾ അല്ലെങ്കിൽ ചില എന്താ പറയുക എക്സാമ്പിൾസ് നമുക്ക് പറയുന്നുണ്ട്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ്. ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് ചില എക്സാമ്പിൾ ആണ്, ഉദാഹരണങ്ങൾ. അല്ലെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ JIT, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. And the second one is apprenticeship. എന്താണ് നമുക്ക് ഒന്നാമത്തേത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ആ പേരിൽ വീണ്ടും നമുക്ക് എടുക്കാം ഗ്രാജുവലി എടുക്കുക എന്ന് വെച്ചാൽ ക്രമാനുസൃതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം കുറച്ച് കാര്യം പഠിപ്പിക്കുന്നു, അതാണ് മനസ്സിലാക്കി പഠിച്ചിട്ട് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് കാണിച്ചു കൊടുക്കുന്നു. അത് പഠിച്ചിരുന്നു ക്രമാനുസരണം ഒരു കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഓക്കെ, ഒരു രീതിയിലുള്ള ട്രെയിനിങ് നമ്മുടെ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ഗ്രാജുവലി ലേണിംഗ് പ്രോസസ് ആണ് ഈ ഒരു ട്രെയിനിങ് നടക്കുന്നത്. ജോബ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പറയുന്നു. അപ്പൊ അതിനൊക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് അവർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് ആളെ മനസ്സിലാക്കി കൊടുക്കുന്നു, ആൾക്ക് പഠിക്കുന്നു. ഓക്കെ, അവിടെ കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ക്ലിയർ ആയോ? ഓൺ ദ ജോബിനകത്ത് വരുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് എടുക്കുന്നതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും രണ്ടാമത്തേത് എന്താണ് ലെവലിംഗ്. ഇപ്പോഴും ക്ലിയർ ആയിരിക്കണമാണോ? സൗണ്ട് കൊണ്ടാണോ? എനിക്ക് മനസ്സിലാവാനില്ലാണോ? പറയുന്നു
ഹലോ, ക്ലിയർ ആണ് എല്ലാവർക്കും? ഹലോ, ഇപ്പോ ക്ലിയർ ആണ്? ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഹലോ ഹലോ.
ഹലോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദിക്കാനുള്ള സിസ്റ്റം മാറി സ്ഥലം മാറിയിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ഥലവും ഇതൊക്കെ മാറിയിട്ടുണ്ട് നമ്മള് കേട്ടാ. ഓക്കെ, സമയം കുറച്ചധികം പോയി. അത് ശരിയാവണില്ല, നമ്മളുടെ സിസ്റ്റത്തിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ചിലപ്പോ വല്ല വൈറസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് മനസ്സിലായോ? ഇപ്പൊ ഓക്കെയാണ്. നമ്മൾ സ്ഥലം മാറി കണ്ടാലോ, ബാക്ക്ഗ്രൗണ്ട് സ്ഥലം മാറിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്താന്ന് മനസ്സിലായോ? സോ നമ്മളിവിടെ ഗ്രാജുവൽ ലേണിംഗ് ആണ്. അതായത് എന്താണോ ട്രെയിനീസിന് പരിശീലിപ്പിക്കേണ്ട അതിങ്ങനെ കൃത്യമായിട്ട് ഓരോന്നോരോന്നോരോന്ന് കറക്റ്റ് ആയിട്ട് ഏതാ പറയണ്ടേ? ല്ലേ? അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണ്, ഗ്രാജുവൽ ലേണിംഗ് ആണ്. ദാറ്റ് മീൻസ് കുറച്ച് കാര്യം ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അത് അവർക്ക് മനസ്സിലായോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അടുത്ത ഭാഗം മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ഓരോ ഇങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്ത് പോകുന്നു. ക്രമാനുസരണം. ഏതാണ് ആ ഗ്രാജുവൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറച്ച് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ലേ ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അതിനുശേഷം അത് അവര് എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് അത് നമുക്ക് അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും. അപ്പൊ അതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലും ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ അവിടെ ഇരുത്തി തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വർക്ക് പ്ലേസിൽ എവിടെയാണ് അവർ ജോലി ചെയ്യുന്നത് അതിന്റെ എക്യുപ്മെന്റുകൾ, ഡോക്യുമെന്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി എടുത്തു വെച്ച് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചെടുക്കുന്ന രീതി. ആ ഒരു ട്രെയിനിങ്ങിനാണ് നമ്മൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? നീ പറയണ്ടല്ലോ. നെക്സ്റ്റ് വൺ. അപ്പൊ ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്, മറ്റൊന്ന് അപ്രന്റീസ്ഷിപ്പ് ആണ്. ഈ അപ്രന്റീസ്ഷിപ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? നമ്മള് എന്താ പറയാ, അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ അങ്ങനെ ആളുകളെ ചെയ്യിപ്പിച്ചിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക്, കുറച്ച് നാളത്തേക്ക്, ഇത്ര ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് ഒരു ലോ വേജസില് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഫ്രണ്ട്സ് മൂവിയില്, വെരി ഗുഡ്, അത് തന്നെ ഞാനത് പറയാൻ പോയാണ്. പിന്നെ സമയം കുറെ പോയതുകൊണ്ട് അതിലേക്ക് പോകാതിരുന്ന. ഫ്രണ്ട്സ് മൂവിയില് ജഗതിയുടെ അടുത്ത് വന്നിട്ട് അപ്രന്റീസ്ഷിപ്സ് ആയിട്ടാണ് നമ്മളുടെ 3 നായകന്മാര് അതിനകത്ത് വന്നിട്ട് ജോലി ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഫോർ ലോ വേജസ്, അധികം ശമ്പളം ഒന്നും കൊടുക്കൂല, അധികം കൂലിയൊന്നും കൊടുക്കൂല, ആ കാര്യം പഠിച്ചെടുക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിലൊക്കെ. പണ്ടൊക്കെ കുട്ടികൾ ഇപ്പൊ 10th ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ അധികം അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളൊക്കെ ഇതുപോലെ വർക്ക്ഷോപ്പിൽ പോയിട്ട് അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ജോലി ചെയ്യും. ആ പണി പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ നോളജ് പഠിച്ചെടുത്ത്, അപ്പൊ ചില ആളുകൾക്ക് പുസ്തകങ്ങളിലൂടെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളെക്കാൾ കുറച്ച് ഇൻട്രസ്റ്റ് ഇതുപോലെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ അതിലേക്ക് ചിലപ്പോൾ തിരിയും. മെക്കാനിസം, ഓക്കെ, വർക്ക്ഷോപ്പ് രീതിയിലുള്ള കാര്യങ്ങള്. അപ്പൊ അങ്ങനെ കുറച്ച് ലോ വേജസില് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് ഇത്ര നാൾ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു രീതിയിൽ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എടുത്ത് പഠിച്ചെടുക്കുന്നു. ഒരു നോളജ്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അങ്ങനെയുള്ള ഒരു എന്താ പറയാ ട്രെയിനിങ്. ആ ഒരു ട്രെയിനിങ് പ്രൊസീജിയറിനെയാണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് എന്ന് വിളിക്കുക. അതിന് അവിടെ തന്നെ പോകണം, ആ പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ പോയി അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ രണ്ടും, ഏത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് 2 എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് 2 രീതിയിലാണ് ട്രെയിനിങ് മെത്തേഡ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് വരുന്ന 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങും അപ്രന്റീസ്ഷിപ്പ്. എല്ലാം അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് അധികം ശമ്പളമൊന്നും കൊടുക്കൂല. ഇപ്പൊ ശരിക്കുള്ള ജോലിക്കാരന് ഇപ്പൊ ഒരു ദിവസത്തിൽ 1500 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപ്രന്റീസ്ഷിപ്പുകൾക്ക് ലോ വേജസ് ആണ്. അത് അവർ പഠിക്കാൻ വേണ്ടി വന്നതാണ്, പണി പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ അപ്രന്റീസ്ഷിപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് വല്ല 500 600 അങ്ങനെയൊക്കെ വളരെ ലോ വേജസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കാരണം നമുക്കത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ആ ജോലിയും അവിടെ കുറച്ചെങ്കിലും ജോലി അവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ആ ലോ വേജസും കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സെക്കൻഡ് മെത്തേഡ്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഓഫ് ദ ജോബ് മെത്തേഡ്. അപ്പൊ എന്തായിരിക്കും ഓഫ് ദ ജോബ് മെത്തേഡ്? ഓൺ ദ ജോബ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിൽ തന്നെ എക്യുപ്മെന്റ്സും മെഷീൻസും വട്ടവർ ഇറ്റ് എന്തൊക്കെ ഡോക്യുമെന്റ്സോ അതൊക്കെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ വിശദമായി പഠിച്ച് ആ കാര്യങ്ങൾ ഉപയോഗിക്കാനോ അത് ചെയ്യാനോ ഒക്കെ അവരെ കൊണ്ട് പഠിപ്പിക്കുന്നു. ഓർഗനൈസേഷന്റെ അകത്ത് തന്നെ, ജോലി സ്ഥലത്ത് തന്നെ വെച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്
ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇൻ ദിസ് മെത്തേഡ്, ഈ ഒരു മെത്തേഡില് വർക്കേഴ്സ് ഓർ എംപ്ലോയീസ് ആർ നോട്ട് ആക്ച്വലി വർക്കിംഗ് ഇൻ ദ വർക്ക് പ്ലേസ്. ആ ഓർഗനൈസേഷനിലായിരിക്കില്ല അവർ ജോലി വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത്. They will be outside, off ആണ്, OFF, off എന്താ, ഔട്ട്സൈഡ് ആണ്, പുറത്താണ്. ആക്ച്വൽ വർക്ക് പ്ലേസിൽ നിന്ന് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ എന്ത് ചെയ്യുന്നു, പരിശീലിപ്പിക്കുന്ന രീതി, ട്രെയിനിങ് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓഫ് ദ ജോബ് ട്രെയിനിങ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ന് ഓർക്കുക. മനസ്സിലായില്ലേ? അധികം വിശദമായിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് ഓൺ ദ ജോബ് അവിടെ തന്നെ ആക്ച്വൽ വർക്ക് പ്ലേസിൽ തന്നെ കൊണ്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഉപകരണങ്ങളോ എന്തൊക്കെയാണോ ഉപയോഗിക്കേണ്ടത് അത് വെച്ച് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നു. മറ്റേത് ഓഫ് ദ ജോബ് ആണ്, വർക്ക് പ്ലേസിലല്ല. ഇപ്പൊ ഇവിടെയാണ് ജോലിക്ക് വരണ്ടേ, പക്ഷെ ഇവിടെയല്ല ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, വേറെ എവിടെയെങ്കിലും ആക്ച്വൽ ആയിട്ടുള്ള സ്ഥലത്തല്ലാതെ മാറ്റി എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുറെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയൊക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. 1-2 ആളുകളെ ട്രെയിൻ ചെയ്യാനല്ല, അവിടെ ആകുമ്പോൾ 1-2 ആളുകളൊക്കെ കുറച്ച്, അതായത് നമ്മൾക്ക് ട്രെയിൻ ചെയ്യേണ്ട ആളുകളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ, കുറച്ച് നമ്പർ ഓഫ് ആളുകളെ ആണെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോയിട്ട് വർക്ക് പ്ലേസിൽ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ കാണിച്ച് ഒക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാം. പക്ഷെ ഇഫ് ദ ഗ്രൂപ്പ് ഈസ് മോർ, അതായത് നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകളുള്ളതാ, ഒരു 10-25-30 പേര്, 10-100 പേരൊക്കെ ഉണ്ട്, അവർക്ക് ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് നമുക്കൊരു ബിസിനസ്സിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ അത്തരം ഈ പറഞ്ഞ ബിസിനസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നിട്ട് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അവിടെ ഓൾറെഡി അവിടെ എന്താ പറയാ ഡെയിലി ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അവിടെ കൊണ്ടുവന്നിട്ട് ഈ ആൾക്കാരെ കൂടി കൊണ്ടുവന്നിട്ട് ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ മര്യാദയ്ക്ക് നടക്കുമോ? ഇല്ല, ആ ദിവസം വെറുതെ ആയി പോകും. അപ്പൊ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഈസ് ഗിവൺ ടു എ പർട്ടിക്കുലർ ബിഗ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്, എംപ്ലോയീസ് ഒക്കെ കൂടുതൽ ആളുകളാണെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാം. ഇനി ഈ മെത്തേഡ് രീതികളിലും പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ് നടക്കുക, അല്ലെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത്, ഒന്ന് ലെക്ചേഴ്സ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങള് പ്രാക്ടിക്കൽ അല്ല, വല്ലതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് ചില കാര്യങ്ങള് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇങ്ങനെ ഒരു ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വലിയ ക്ലാസ് റൂമിനകത്ത് ഒരു മുറിക്കകത്ത് ആളുകൾ ട്രെയിൻ ചെയ്യേണ്ട ആൾക്കാരെ കൊണ്ടുവന്നിരുത്തുന്നു, അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ ലെക്ചറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ചിലപ്പോ ഇന്നത്തെ കാലത്ത് ആ ലെക്ചേഴ്സിന് വേണ്ടിയിട്ട് ആളുകൾ ചിലപ്പോ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവിടെ പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് ആ സ്ക്രീനിലൊക്കെ പല കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. മനസ്സിലായോ? ലെക്ചർ മെത്തേഡ് കുറെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നത് തന്നെയാ, അല്ലാണ്ട് വേറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങളൊന്നും ആവശ്യമില്ലാത്തത്. മനസ്സിലായോ? ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ലെക്ചർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, നമ്മള് സൗണ്ട് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം എന്റെ പോർഷൻ ഞാൻ ഉദ്ദേശിച്ച ഇത്ര പോർഷൻ വിചാരിച്ച് നമ്മൾ വരുമല്ലോ, അത് തീർന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ഇതും അതെ, ഇറ്റ്സ് എ ക്ലാസ് റൂം ട്രെയിനിങ്. ഇതും ഒരു ക്ലാസ് റൂം ട്രെയിനിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് പ്ലേസിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഒരു ക്ലാസ് റൂം പോലെ സംഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നു, അവര് ഉപയോഗിക്കേണ്ട പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട ചില ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പൊ കൊടുക്കുക. അതിന് എക്യുപ്മെന്റുകൾ എന്താണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റുകളോ ഇതൊക്കെ എന്താണോ, അത് യഥാർത്ഥത്തിലുള്ളതല്ല, ഐഡന്റിക്കൽ ആയിട്ട് അതിന്റെ പോലത്തെ തന്നെ ഐഡന്റിക്കൽ എന്ന് വെച്ചാൽ കൃത്യമായ ഉപകരണങ്ങളല്ല ഉപയോഗിക്കുന്നത്, അതുപോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോ ഹോസ്പിറ്റൽസിലാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അവിടുത്തെ എംപ്ലോയീസിനെ കുറിച്ചാണ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സിംഗ് വിഭാഗം കുട്ടികളെ, അവർക്ക് എന്താ പറയാ, കുട്ടികൾക്ക് എന്താ പറയാ ബോഡിയുടെ കാര്യങ്ങൾ, അനാട്ടമി പോലെയുള്ള ചില ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിലുള്ള ഒരു വ്യക്തിയെ കൊണ്ടൊന്നും നിർത്തി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ അതിന്റെ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചു. അതന്നെ ആ ഡെമോ വെച്ചിട്ടാണ്. അപ്പൊ അതൊരു ആക്ച്വൽ പേഴ്സൺ ആവണമെന്നില്ല, അതിന്റെ ഡെമോ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ കുട്ടികളെ വലിയ ഗ്രൂപ്പിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ് മനസ്സിലാക്കി ഒരു ക്ലാസ് റൂം പോലെയുള്ള സെറ്റപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് ആക്ച്വൽ ആയിട്ടുള്ള മനുഷ്യനാണോ, മനുഷ്യന്മാരുടെ അനാട്ടമി പഠിക്കാൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ശരിയായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അവിടെ കിടത്തേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ വ്യക്തികളുടെ അവയവങ്ങളെ കുറിച്ചിട്ടോ മറ്റൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ ഒരു എന്താ പറയാ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു ബോഡിയുടെ ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ ഉപയോഗിച്ച്
അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതും ഒരു എന്താ പറയാ ക്ലാസ് റൂമിനകത്ത് വേറെ ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ക്ലാസ് റൂമായിട്ട് എന്താ പറയാ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ക്ലാസ് റൂമായിട്ടൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കാം ട്രെയിനിങ്. അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് മനസ്സിലായോ? അപ്പൊ ഓഫ് ദ ജോബ് മെത്തേഡിൽ വരുന്നതാണ് ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഈ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഫുൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഫുൾ അണ്ടർലൈൻ ചെയ്യണം. അതിൽ സെപ്പറേറ്റ് വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ വരുന്ന ട്രെയിനിങ് രീതികൾ ഏതൊക്കെയാണ്? അതിൽ ലെക്ചേഴ്സ് വരും, അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് വരും. അടുത്തത് ഇനി പറയുന്നത് കോൺഫറൻസ് പോലെ, അതും ഇതുപോലെ തന്നെ എന്താ പറയാ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഒരു ഒട്ടമേശ സമ്മേളനമൊക്കെ പോലെ ഇങ്ങനെ ഇരുന്ന് ഒരു കോൺഫറൻസ് ഹാളിലൊക്കെ എല്ലാവരെയും കൂടി പിടിച്ചിരുത്തിയിട്ട് പല കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എന്താ പറയാ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഒരു കോൺഫറൻസ് ആയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇറ്റ്സ് ഓൾസോ എ ടൈപ്പ് ഓഫ് ട്രെയിനിങ്. അതും ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. അത് ബിസിനസ്സിനകത്ത് വെച്ച് നടത്തണം നിർബന്ധമില്ല ഒരിക്കലും. അത് പുറത്ത് എവിടെയെങ്കിലും നമുക്ക് പുറത്ത് കോമ്പൗണ്ടിന്റെ പുറത്തോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽസിന്റെ അകത്തല്ലാതെ വേറെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്ഥലത്തോ എന്ത് ചെയ്യാം, നമുക്കത് കണ്ടക്ട് ചെയ്യാം. കോൺഫറൻസ് രീതിയിലും ട്രെയിനിങ് ക്യാൻ ബി പ്രൊവൈഡഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നെക്സ്റ്റ് വൺ കേസ് സ്റ്റഡീസ്, ലേണിംഗ് ബൈ ഡൂയിങ്. കേസ് സ്റ്റഡീസ് ആണ് അടുത്തത്. അതായത് ഇപ്പൊ ഈ എന്താ പറയാ ചില ബിസിനസ്സിനൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചില ജോലിക്കൊക്കെ ഇങ്ങനത്തെ ട്രെയിനിങ് ആണ് ആവശ്യം വരിക. ഇപ്പൊ ഉദാഹരണം ലോയേഴ്സ് ഒക്കെ അവരെങ്ങനെയാ ട്രെയിനിങ് നേടുന്നത്? ഇപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് കുറ്റങ്ങളും കൊണ്ട ആൾക്കാർ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊലപാതകമുണ്ട്, കളവ് നടത്തുന്നതുണ്ട്, മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റ് കേസസിലൊക്കെ വരുന്ന ഏത് ടൈപ്പ് ഓഫ് ഓരോരോ എന്താ പറയാ കുറ്റകൃത്യങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോഴാണ് ഓ ഇങ്ങനെയും ആളുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുക അല്ലെ. അപ്പൊ അത് ഏത് രീതിയിലുള്ളത് വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. സോ ദേ ക്യാൻ ഡിപെൻഡ് അപ്പോൺ ദ പ്രീവിയസ് കേസസ്. അതുപോലെയുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള നേരത്തെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ ഒക്കെ നേരത്തെ അവിടെ കോടതിയിൽ ഇതുപോലുള്ള കേസുകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് സ്റ്റഡീസ് നോക്കിയിട്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ചില രോഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ ഇതുപോലെ സിമിലർ ആയിട്ട് പല രോഗങ്ങളൊക്കെ രോഗികൾക്ക് വന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഇൻഫോർമേഷൻസ് നമ്മുടെ ഹോസ്പിറ്റൽസിലെ കമ്പ്യൂട്ടറിനകത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ യൂസ് ഇറ്റ് ആസ് കേസ് സ്റ്റഡീസ്. അത് കേസ് സ്റ്റഡീസ് ആയിട്ടൊക്കെ എടുത്ത് നോക്കി പഠിച്ച് മനസ്സിലാക്കി ഇപ്പോഴത്തെ സിറ്റുവേഷനെ നമുക്ക് അതെങ്ങനെ എന്താ പറയാ ആ ഒരു ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പൊ കേസ് സ്റ്റഡീസ് ആയിട്ടും, അതായത് ബൈ ഡൂയിങ് ആണ്, സ്വന്തമായിട്ട് നമ്മൾ കണ്ടെത്തുകയാണ്. ഈ പറയുന്ന പല മീഡിയാസിലൂടെ ചിലപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ആരെങ്കിലും പഠിച്ച കാര്യങ്ങൾ അത് നമ്മൾ എടുത്തു വെച്ച് അനലൈസ് ചെയ്യുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു നീഡ്, നമ്മുടെ ആവശ്യം നിറവേറ്റാൻ ആ ഒരു കേസ് സ്റ്റഡീസ് ഒക്കെ ചിലപ്പോൾ ഉപകരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നോക്കിയെടുത്ത് സ്വയം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു രീതി, അതും ഒരു എന്താ പറയാ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ആ ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് രോഗങ്ങൾ, ആ രോഗികൾ ഇങ്ങനത്തെ കാര്യങ്ങളായിട്ടാണ് വന്നത്, അവരുടെ സിംറ്റംസ്, അവർക്ക് അതിനുവേണ്ടി ഡോക്ടേഴ്സ് കുറിച്ചു കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ, എന്തൊക്കെ സജഷൻസ് ആ ഡോക്ടർ ചെയ്ത ആ കേസൊക്കെ എടുത്ത് പഠിച്ച് സ്വയം പഠിക്കുകയാണ്. ബൈ ഡൂയിങ്, ആക്ച്വലി ദേ ആർ ലേണിംഗ് ബൈ ദെയർ ഓൺ ഡൂയിങ്. അവർ തന്നെ മനസ്സിലാക്കി പഠിക്കുന്നു. മനസ്സിലായി? ഇറ്റ്സ് ഓൾസോ എ ട്രെയിനിങ്. അതും ഒരു ട്രെയിനിങ് മെത്തേഡാണ് കേസ് സ്റ്റഡീസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? ഓഫ് ദ ജോബ് മെത്തേഡില് ലെക്ചേഴ്സ് പറഞ്ഞു, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് പറഞ്ഞു, കോൺഫറൻസ് പറഞ്ഞു, ഗ്രൂപ്പ് പിന്നെ അടുത്ത പറഞ്ഞേക്കാം കേസ് സ്റ്റഡീസ്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് നമ്മൾ അതിന്റെ ഇടയിൽ വിട്ടുപോയി, അതുകൊണ്ട് പറഞ്ഞേക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താ? ഒരു എന്താ പറയാ പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുക. ആ ഒരു ജോലിയാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ പറയുന്നത്. സോ ദേ ആർ ഗിവൺ സം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ദേ ക്യാൻ ഡിസ്കസ് ദെയർ വർക്ക്. എന്ത് ചെയ്യുന്നു, അവർക്ക് പല കാര്യങ്ങളും ഇന്ന ജോലിയാണ് എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അവർക്ക് ആ ജോലി എങ്ങനെ ചെയ്യാമെന്നുള്ളത് അവർക്ക് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ്, അവർക്ക് തീരുമാനിക്കാം. അപ്പൊ ഗ്രൂപ്പായിട്ട് ആളുകൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഐഡിയ അനുസരിച്ച് ഇന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ ഓരോരുത്തരുടെയും ആശയങ്ങൾ വരും അവിടെ. ആ ഐഡിയാസ് വരുമ്പോ പല ആശയങ്ങളും കൂടി ചേർന്ന് നല്ലൊരു എന്താ പറയാ ഒരു രീതിയിൽ ആ ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഓൾസോ ഈസ് അനദർ ടൈപ്പ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അതും അതെ, അതും ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. ക്ലിയർ ആയോ? ലെക്ചേഴ്സ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, കോൺഫറൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് കേസ് സ്റ്റഡി. 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. 5 ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. തീർക്കണം എന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. പക്ഷെ ആഗ്രഹം മാത്രം ബാക്കിയായി, നമ്മുടെ സമയം കഴിഞ്ഞു പോയി. ഓക്കെ, ഇതുവരെ ഉള്ളത് പഠിച്ചത് വരെ 2-3 കൂടി ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിലുണ്ട്.
അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ. സോ നമ്മളുടെ ഈ ഒരു എന്താ പറയാ ട്രെയിനിങ് മെത്തേഡുകൾ, ട്രെയിനിങ്ങിന്റെ സ്റ്റെപ്സ് അതൊക്കെയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ആ മെത്തേഡുകൾ എടുത്തിടത്തോളം വരെ ഓൺ ദ ജോബിലും ഓഫ് ദ ജോബിലും വരുന്നത് എടുത്തിടത്തോളം വരെ നന്നായിട്ട് പഠിച്ച് അടുത്ത ദിവസം നമുക്ക് വീണ്ടും ബാക്കിയുള്ളത് പഠിക്കാം. ഓക്കെ. അപ്പൊ സോറി ഫോർ ദ ഇന്ററപ്ഷൻസ് ആൻഡ് ഡിലേ. നമ്മുടെ ക്ലാസ്സുകളിൽ കുറച്ച് എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നു, അതിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്റെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ വിചാരിച്ചു സ്പീഡ് കൂടുമ്പോ സൗണ്ട് ബ്രേക്ക് ആവോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടല്ല, എന്തൊരു എന്താ പറയാ സാധാരണ ഉള്ളൊരു രീതിയാണ്. എനിക്ക് അങ്ങനെ വന്നു പോകും. അത് നമ്മുടെ ക്ലാസിന്റെ അവിടുത്തെ സിസ്റ്റത്തിന്റെ എന്തോ കുഴപ്പമാണ്, നെറ്റിന്റെ ഇഷ്യൂ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പൊ സോറി, വൺസ് അഗൈൻ സോറി. ഓക്കെ, താങ്ക് യു, ബൈ. അടുത്ത ദിവസം കാണാം.